ഇത് മാനത്തിന് വില പറയലാണ്. അങ്ങനെയാണോ സ്ത്രീകളെ ആർഷഭാരത സംസ്കാരത്തിൽ നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്? മുതലാളി 15 ലക്ഷം രൂപ കൊടുത്തു, മുതലാളി വജ്രമാല കൊണ്ടേ കൊടുത്തു, ഇനോഗ്രേഷൻ വേറെ നടന്നു. നിന്നെക്കാളും നന്നായിട്ട് ഒരാൾ ചെയ്ത് തനിക്ക് നാണമുണ്ടോ? തനിക്ക് അശേഷം നാണോമാനമുണ്ടോ? മഹാവൃത്തികെട്ടവൻ എന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു ചെങ്ങായിയാണ് ഇയാൾ. അധപ്പതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ അധപ്പതനം. മെൻസ് കമ്മീഷൻ എന്നൊക്കെ ഒരു ബനിയൻ ഇറക്കി 400 പേർക്ക് വിറ്റ് അതൊരു 50 പേര് ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ പോട്ടെ, കേരളത്തിലെ 90% എന്നുള്ളത് പോട്ടെ, കേരളത്തിലെ ഒരു 90% പുരുഷന്മാരെങ്കിലും ഇയാളുടെ കൂടെ നിൽക്കുന്നുണ്ടോ ഈ മെൻസ് കമ്മീഷൻ്റെ കാര്യത്തിൽ? ഇല്ല. ആ വീഡിയോസിൻ്റെ വ്യൂസ് നോക്കിയാൽ അറിയാമല്ലോ. എന്നാ ദാരിദ്ര്യം, 90,000 ആൾക്കാരൊക്കെയാണ് അത് കാണുന്നത്. അതിലും ഏറ്റവും ദാരിദ്ര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവ് അജിത് കുമാറിൻ്റെ കണക്കുകളൊക്കെ പുറത്തേക്ക് വന്നായിരുന്നു. രാഹുൽ ഈശ്വറും വട്ടിയൂർക്കാവ് അജിത്തും കൂടെ പാലഭിഷേകം നടത്താൻ വേണ്ടി പോയല്ലോ. അപ്പം അന്ന് 10-20 പേര് ചുറ്റും നിൽപ്പുണ്ടായിരുന്നല്ലോ. ബോച്ചയ്ക്ക് സ്വീകരണം കൊടുത്ത ആളുകൾ എല്ലാം കൂലിക്കാരാണ്, 800 രൂപ കൂലിക്ക് വന്നവന്മാരാണ്. അതിൻ്റെ കണക്ക് പുറത്തേക്ക് വന്നു. അവിടെ പോലും ഒരു 10 പേരെ കൂടെ നിർത്താൻ വേണ്ടി പറ്റണില്ല. ഡയലോഗിന് ഒരു കുറവില്ല. ഈ കമൻ്റ് ഇടുന്നവന്മാർ അറ്റ്ലീസ്റ്റ് ഇയാളോടെ പോയി നിൽക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേന് ഇയാൾക്ക് വിഷമമൊക്കെ ആവും. കാരണം ഇത് ചുമ്മാ അടിച്ചു വിടുന്നതാണല്ലോ. ആ പരിപാടിക്കെങ്കിലും ഇയാളോടെ 10 പേര് പോയി നിൽക്കുക. 800 രൂപ കൂലിക്കൊക്കെ ആൾ വരിക എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ 800 രൂപ വാങ്ങിച്ച് പുരുഷവകാശത്തിന് വേണ്ടിയാണ് രാഹുൽ ഈശ്വർ ഈ ഘോരഘോരം പറയുന്നത് എന്നുള്ള തോന്നൽ ആ കൂലിക്ക് വന്ന ആളുകൾക്ക് പോലും തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു 500 ഒതുക്കാൻ പറ്റിയാണ്. 800 രൂപ രൊക്കം പറഞ്ഞ് വാങ്ങിച്ച്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം, എൻ്റെ സ്വന്തം തീരുമാനപ്രകാരം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നിങ്ങളിൽ പല ആളുകളും അയച്ചു തരുന്ന വീഡിയോ ടോപ്പിക്കുകൾ, വീഡിയോ റിക്വസ്റ്റുകൾ എന്നിവയൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ചില കാര്യങ്ങളെ കുറിച്ചിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മേ ബി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമായിരിക്കില്ല, പക്ഷെ എനിക്ക് പറയണമെന്ന് തോന്നി പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു കാര്യത്തിൽ ആവർത്തന വിരസത തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു സംഭവത്തെ, ഒരു സിറ്റുവേഷനെ നിങ്ങളുടെ മുൻപിലേക്ക് ഇട്ടുതരാം. ഒരു കാലത്തൊക്കെ നമ്മൾ സിനിമകളിൽ കണ്ടുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷനാണ്. അക്കാലത്തെ, അതിനു മുൻപുള്ള കാലത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയൊക്കെയാണ് ആ ഒരു സിറ്റുവേഷനിൽ കൂടെ സിനിമകൾ കാണിച്ചു തന്നുകൊണ്ടിരുന്നത്. ഒരു കാലത്ത് നമുക്കറിയാം തമ്പ്രാന്മാർ, ഏമാന്മാർ, യജമാന്മാർ, ജന്മികൾ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. അവരെക്കാട്ടിലും വലിയ ടീമുകളായിരുന്നു അവരുടെയൊക്കെ റാൻമോളികളായിട്ടുള്ള ചില ആളുകൾ. അവരുടെ പണി എന്ന് പറയുന്നത് പാടത്തല്ല, പാടത്ത് പണിയെടുക്കുന്ന അടിസ്ഥാന വർഗത്തിന് പണി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പണി. അതേപോലെ തന്നെ ഈ തമ്പ്രാന് ചില ക്രൂര വിനോദങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ക്രൂര വിനോദങ്ങൾക്ക് പാത്രമാവുന്നത് സ്ത്രീകളും അതേപോലെ തന്നെ കുട്ടികളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ക്രൂര വിനോദങ്ങൾക്ക് സഹായം നൽകാൻ വേണ്ടി ഈ റാൻമൂളികൾ, ഈ മല്ലന്മാർ, ഈ വരമ്പത്ത് നിൽക്കുന്നവന്മാർ എപ്പോഴും മുന്നിൽ തന്നെ ഉണ്ടാവും. അവരിൽ പല ആളുകളും തമ്പ്രാന്റെ നിർദ്ദേശപ്രകാരവും അല്ല എന്നുണ്ടെങ്കിൽ തമ്പ്രാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചില ആവശ്യങ്ങളുമായിട്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കുടിലുകളുടെ ഫ്രണ്ടിലേക്ക് വരും. സ്ത്രീകളും കുട്ടികളൊക്കെ ഉള്ള കുടിലുകളുടെ ഫ്രണ്ടിലേക്കാണ് ഇവർ പ്രധാനമായിട്ടും വരാറുള്ളത്. സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇത് ജീവിച്ചിരിക്കുന്നവരുമായിട്ട് യാതൊരുവിധ സാദൃശ്യവും ഇല്ല. ഇത് ഒരു കാലത്തെ സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് സിനിമകളിലൊക്കെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അവിടെ വന്നിട്ട് അവർ പറയുന്ന ഡയലോഗുകളുണ്ട്. പല സിനിമകളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തമ്പ്രാന് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, നിന്റെ പെങ്കൊച്ചിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. തമ്പ്രാൻ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നിനക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വരാനുള്ള ലക്ഷണമാണ്. തമ്പ്രാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അറിയാലോ, എല്ലാവിധ സുഖ സൗകര്യങ്ങളും നിനക്ക് ലഭിക്കും. തമ്പ്രാനെ വെറുപ്പിക്കാതെ കൂടെ ചേർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള കാര്യം സുഖമായിരിക്കും. ഈ പറയുന്ന റാൻമൂളിക്ക് താൻ പറയുന്നതിൻ്റെ അർത്ഥമൊന്നും പലപ്പോഴും അറിയില്ല. അവൻ്റെ വിചാരം അവൻ്റെ തമ്പ്രാന് വേണ്ടി ബാക്കിയുള്ള ആളുകൾ ജീവിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. അവനെന്തോ വലിയ കാര്യമാണ് ചെയ്തു കൊടുക്കുന്നത് ബാക്കിയുള്ള ആളുകൾക്ക്. മാനം, അഭിമാനം എന്നീ കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്നും ഈ റാൻമൂളികൾക്ക് പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ല. അപ്പോൾ ഈ റാൻമോളിയുടെ ഈ ചോദ്യങ്ങൾ കേട്ടിട്ട് സിനിമകളിലുള്ള പല സ്ത്രീകളും പ്രതികരിക്കാറുണ്ട്. അവർ ദേഷ്യപ്പെടും. നിന്റെ തമ്പ്രാനോട് പോയി പണി നോക്കാൻ പറയടാ, പോടാ അടിമേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ആട്ടാറുണ്ട്. ഈ ആട്ട് കേട്ട് പോകുന്നവൻ തമ്പ്രാനേക്കാളും വലിയ വിഷമായിരിക്കും. സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു പെൺകുട്ടി, ആ ഒരു സ്ത്രീയെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നത് ആ ഒരു സിനിമയിലെങ്കിലും ഉടനീളം ഇവനായിരിക്കും, ഈ റാൻമോളി ആയിരിക്കും. ഈ ഒരു സംഭവത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഇപ്പോഴും നിർബാധം തുടരുന്ന ചില മുതലാളിത്ത രീതികളുണ്ട്, ചില റാൻമോളികളുണ്ട്. സ്ത്രീകളെ അത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന, അവരുടെ ജീവിതത്തിൽ ഉടനീളം പ്രതികരിച്ചതിൻ്റെ പേരിൽ ആക്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ടുള്ള വ്യക്തികളുമായി കണക്ട് ചെയ്തിട്ട് വേറെ അർത്ഥമാനങ്ങളൊന്നും നൽകരുത്. കാരണം ഞാനിത് സിനിമകളിൽ കണ്ട കാര്യങ്ങൾ വെറുതെ അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. വെറുതെ പറയാൻ തോന്നിയപ്പോൾ അങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് വരാം. മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഈ ടോപ്പിക്കുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. ഇനി ടോപ്പിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം വലിയൊരു ചരിത്ര സംഭവം നടന്നു എന്നുള്ളത് ചില ആളുകളുടെ വാഴ്ത്തിപ്പാടലുകളിൽ നിന്ന് എനിക്ക് തോന്നിയ കാര്യമാണ്. എനിക്ക് വളരെ നോർമലായിട്ടുള്ള ഒരു ഉദ്ഘാടനമായിട്ടാണ് തോന്നിയത്. ഈ ചരിത്ര സംഭവം എന്ന് അവർ വിശേഷിപ്പിക്കുന്ന കാര്യത്തിൽ മൊണാലിസ ഭോസ്ലെ വന്നു. മൊണാലിസ ആ ഒരു പിക്ചറിൽ നിന്ന് നേരിട്ടിറങ്ങി വന്നതല്ല. മൊണാലിസ ഭോസ്ലെ എന്ന കുംഭമേളയിൽ ശ്രദ്ധയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് വന്നത്. കേരളത്തിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ
ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് അവർ വന്നത്. ബോബി ചെമ്മണ്ണൂർ മൊണാലിസ ബോസ്ലെയെ കൊണ്ടുവന്നു. നമ്മൾ ആദ്യം പറഞ്ഞ സംഭവത്തിലേതുപോലെയുള്ള റാൻമൂളികൾക്ക് പിന്നെ ആഘോഷിക്കാതിരിക്കാൻ പറ്റുമോ? അവരങ്ങോട്ട് ആർപ്പ് വിളിച്ചു. കൊണ്ടുവന്നിരിക്കുന്നത് ആരെയാണ്? മൊണാലിസ ബോസ്ലെ. അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് ആർപ്പ് വിളിയും അർമാദവും കാര്യങ്ങളൊക്കെയാണ്. മോണോലിസയും തരംഗമായി മാറിയ കാഴ്ച നമ്മൾ ഏവരും കണ്ടു. വളരെ സന്തോഷം അതിൽ തോന്നി. 16 വയസ്സ് മാത്രമാണ് പ്രായം. പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. മഹാകുംഭമേളയുടെ ഭാഗമായി മോണോലിസയുടെ വീഡിയോകളും ഫോട്ടോയും വൈറലായി. ആൾക്കാർ മോണോലിസയോടൊപ്പം ചിത്രമെടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ വന്നു നിൽക്കുന്ന കാഴ്ചകൾ വളരെ സന്തോഷം തോന്നിയാണ്. പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടി വലിയ നിലയിലേക്ക് എത്തുന്നത് നമുക്ക് എല്ലാ സന്തോഷമാണ് കാണാൻ. ആ മോണോലിസയെ കേരളത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ സ്വന്തം ഈലോൺ മസ്ക് ആയ ബോച്ചെ. കേരളത്തിന്റെ ഇലോൺ മസ്ക് ആയിട്ടുള്ള ബോച്ചെ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇതൊന്നും കുഴപ്പമില്ലാത്ത ഒരു സംഗതിയാണ്. വാഴ്ത്തി പാടാൻ ചില ആളുകൾക്ക് ഇഷ്ടമാണ്, വാഴ്ത്തലുകൾ കേൾക്കാൻ ചില ആളുകൾക്ക് ഇഷ്ടമാണ്. ഒരു തരത്തിലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത വാഴ്ത്തി പാടലുകളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ എന്ന് തോന്നുമെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണമായിട്ടുള്ള സംഗതിയാണ്. ഇനി മൊണാലിസ ബോസ്ലെ, കുംഭമേളയിൽ ശ്രദ്ധേയായിട്ടുള്ള ആളുകൾ പിറകെ നടന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പരാക്രമം കാണിച്ച ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്തു വന്ന ഒരു പെൺകുട്ടി, ആ ഒരു പെൺകുട്ടിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. വലിയൊരു കാര്യം തന്നെ. ആ ഒരു പെൺകുട്ടിക്ക് പേയ്മെന്റ് കൊടുത്തു. വലിയൊരു കാര്യം തന്നെ. പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് ആ ഒരു കുട്ടി വരുന്നത്. അതെയോ? ഇനി ബാക്കി കേൾക്കാം. ഇതൊക്കെ അവരുടെ ലോകത്തെ കാര്യങ്ങളാണ്. ഇപ്പോൾ യജമാനോടുള്ള ഇഷ്ടം, യജമാനന്റെ കഴിവിലുള്ള ഒരു അഭിമാനം, അതൊക്കെ ആ ഒരു വാക്കുകളിൽ വല്ലാതെ അങ്ങോട്ട് കവിഞ്ഞ് ഒഴുകുന്നുണ്ട്. ഒഴുകിക്കോട്ടെ. അതൊക്കെ ആർഷഭാരത സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ചില പുനരാവിഷ്കാരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇനിയിപ്പോൾ ഇതിന്റെ ബാക്കി എവിടെയാണ് ഇത് കരക്കാർക്ക് പണിയുള്ള ഒരു സംഭവമായിട്ട് മാറുന്നത്? എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കേരളത്തിന് വേണ്ടി ചെയ്തെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ അധിക്ഷേപിക്കാനും അപമാനിക്കാനും ഒക്കെ ഒരുപാട് പേർക്ക് വലിയ താല്പര്യമായിരുന്നു. എന്നാൽ ബോച്ചെ വീണ്ടും തരംഗമാകുന്നത് കേട്ടത് എനിക്ക് വളരെ സന്തോഷം തോന്നി. ബോച്ചെ എന്നാണ് അദ്ദേഹത്തെ നമ്മളെല്ലാം വിളിക്കുന്ന പേര് നമുക്കറിയാമല്ലോ. ഒരുപാട് പേർ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ ഓടി വരികയും ബോച്ചെ അവിടെ ഒരു തരംഗമായി മാറുകയും ചെയ്തത് എനിക്ക് വളരെ സന്തോഷമായ കാര്യമാണ്. അതോടൊപ്പം 15 ലക്ഷം രൂപ എന്ന് ചില ആൾക്കാർ പറയുന്നു, ചില ആൾക്കാർ വേറെ വിലകൾ പറയുന്നു. എത്ര രൂപയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ബോച്ചെ ഒരു ഡയമണ്ട് നെക്ലസ് നമ്മുടെ മോണോലിസയുടെ കഴുത്തിന് ചുറ്റും അണിയിച്ചത് ഭയങ്കര വൈറലായി മാറിയിരിക്കുന്നു. ഒരു പെൺകുട്ടി ശ്രദ്ധയായി, ഫേമസ് ആയി. ആ ഒരു പെൺകുട്ടിയെ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് ഒരു മുതലാളി കേരളത്തിലേക്ക് കൊണ്ടുവന്നു. പ്രതിഫലമായിട്ടും സമ്മാനമായിട്ടും പല കാര്യങ്ങളും കൊടുത്തു. ഇതൊക്കെ കേരളത്തിൽ സർവ്വസാധാരണമായിട്ട് അല്ലെങ്കിൽ ലോകത്ത് സർവ്വസാധാരണമായിട്ട് നടക്കുന്ന സംഗതികളാണ്. പക്ഷെ അത് കേൾക്കുമ്പോഴത്തേനും അങ്ങോട്ട് കുളിര് കോരുക എന്ന് പറയുന്നത് ഇത് മറ്റേ പഴയ സംഭവത്തിൻ്റെ ചില പുനരാവിഷ്കാരങ്ങളൊക്കെ തന്നെയാണ്. ഇതുമല്ല പ്രശ്നം, ഇത് കഴിഞ്ഞ് വരട്ടെ. കാര്യം ഇതെല്ലാം ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഹണി റോസിനുള്ളൊരു മറുപടി കൂടെയാണ്. പക്ഷെ ഹണി റോസ് കാണേണ്ടത്, ഹണി റോസിനെ 2-3 ഇനോഗ്രേഷൻ ഒക്കെ വിളിച്ച് ഇതേപോലെ വലിയ റേറ്റ് ഒക്കെ കൊടുത്ത് കൊണ്ടുവന്നതാണ്. അതിനുശേഷം അദ്ദേഹത്തെ ജയിലിലിടാൻ കൂട്ടുനിന്നതും ആ പരാതി വീണ്ടും ഫോളോ അപ്പ് ചെയ്ത് സെക്ഷൽ അസോൾട്ട് ആണെന്നൊക്കെ പറഞ്ഞ് വൃത്തികേട് കാണിച്ചതും ഓവറാക്കിയത് നമ്മളെല്ലാം കണ്ടതാണ്. അവർ പറഞ്ഞ ആ വാക്ക് പ്രയോഗം തെറ്റി. ഒരു മടിയില്ലാതെ ഒരൊറ്റ കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പോലുള്ളവന്മാരുടെ തനിക്കുണം പുറത്തു വരുന്നത് ഇതുപോലുള്ള സിറ്റുവേഷനിലാണ്. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ അതുമായിട്ടൊക്കെ സാമ്യത തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് വെറും യാദർച്ഛികം മാത്രമാണ്. റാൻമൂളിയുടെ ഒരു സന്തോഷമാണ്. കണ്ടോ ഞങ്ങളുടെ മുതലാളി ഇപ്പൊ കൊണ്ടുവന്നേക്കുന്നത്, കണ്ടോടി നീ. അവക്ക് കൊടുത്തിരിക്കുന്നത് വജ്രമാലയാടി, 15 ലക്ഷം ആടി. മുതലാളി അങ്ങോട്ട് സന്തോഷിപ്പിച്ച് നിൽക്കുകയായിരുന്നുണ്ടെങ്കിൽ നിനക്കും കിട്ടത്തില്ലേടി എന്നുള്ള ഹിഡൻ വോയിസ് വെച്ചിട്ടുള്ള ലെവൻ്റെയൊക്കെ റാൻമൂളി വർത്താനാണ് ഇവിടെ കേട്ടത്. ഒന്നുമില്ല, പ്രതികരിച്ചതിനെതിരെയുള്ള സൈബർ ആക്രമണം, സൈബർ അധിക്ഷേപം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തുടരുകയാണ്. അന്തസ്സുണ്ടെങ്കിൽ, അഭിമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ, ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോടതിയുടെ സമക്ഷം പോയി നിങ്ങളുടെ ആകുലതകളും വ്യാധികളും പങ്കുവെക്കുക. അവിടെ നിന്ന് നീതി നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. എന്തിനാണ് ഒരാൾ പ്രതികരിച്ചതിനെതിരെ ഞാൻ ബോച്ചെ പറഞ്ഞത് ശരിയാണെന്ന് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അധിക്ഷേപം നടത്തുന്നത്? താൻ ആർഷഭാരത സംസ്കാരത്തിന് മറ്റതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാറുണ്ടല്ലോ. അവിടെ കോണ കൊടുത്ത് നടന്ന രാജ്യത്തിന്റെ പ്രമുഖന്മാരുടെ വീഡിയോസ് ഒന്നും താൻ കണ്ടില്ലേ? അത്രയധികം ആളുകൾ കൂടുന്ന സ്ഥലത്ത് കോണക പ്രദർശനം നടത്തിയ പ്രമുഖന്മാർക്കെതിരെ ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. ഉദ്ഘാടനത്തിന് ഹണീറോസ് ഇട്ട വസ്ത്രമാണ് ലവന് ഇപ്പോഴും പ്രശ്നം. ഒരു തരുമ്പ് ബഹുമാനമില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മാനത്തിന് വില പറയുക എന്നൊക്കെ നമ്മൾ വളരെ കൊളോക്കിയലായിട്ട് പറയാറുണ്ട്. അതുതന്നെയാണ് ഒരു സ്ത്രീ പ്രതികരിച്ച്, അവർക്ക് തൻ്റെ മുതലാളിയുടെ ഒരു അവസരവും വേണ്ട, അല്ലെങ്കിൽ തൻ്റെ മുതലാളിയുടെ ഒരു ഡയമണ്ട് നെക്ലേസും വേണ്ട, 15 ലക്ഷം രൂപയും വേണ്ട. അവർ പ്രതികരിച്ചു. തനിക്ക് നാണവും മാനവും ഉണ്ടോ?
ഇവനെപ്പോലെയൊക്കെ വിവരമില്ലാത്തവന്മാരെയൊക്കെയാണ് കുറേയധികം ആളുകൾ അങ്ങ് പിന്തുണയ്ക്കുന്നത്. വാക്ക് പ്രയോഗം തെറ്റി, അത് അംഗീകരിക്കുന്നു. പക്ഷെ അതിനർത്ഥം സെക്ഷൽ അസോൾട്ട് ചെയ്തൊന്നും ജയിലിലിടണമെന്നും ആ പരാതി വീണ്ടും ഫോളോ അപ്പ് ചെയ്യണമെന്നും. വാക്ക് പ്രയോഗം തെറ്റി അത് അംഗീകരിച്ചു. അയ്യോ, താൻ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ സംഭവമായി പോയതിനെ. കേസ് കൊടുക്കാനായിട്ടോ അത് ഫോളോ അപ്പ് ചെയ്യാനായിട്ടോ ഒക്കെ ഉള്ള റൈറ്റ് ഇവിടെയുള്ള എല്ലാ ആളുകൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി, അപ്പോൾ അത് അദ്ദേഹത്തിന് ഒരു റോങ് ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ അദ്ദേഹം കേസ് ഫയൽ ചെയ്യും. തനിക്ക് തൻ്റെ മുതലാളിയെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, തനിക്ക് തന്നെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിയമ സംവിധാനത്തെ സമീപിക്കുക. അപ്പോൾ താനല്ല കോടതി. അത് ക്ഷമിച്ചൂടെ, അത് തെറ്റായിട്ട് എനിക്ക് തോന്നി, ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ എവിടുത്തെ ചിന്താഗതിയാണ്? എന്നാ വിവരമുണ്ട് ഇതിനൊക്കെ? അത്രയും ന്യായം പറഞ്ഞ ഞാൻ അടക്കമുള്ള, അതായത് ആ പ്രത്യേക വാക്ക് തെറ്റായി പോയി, ഹണി റോസിനോട് ക്ഷമ പറയണം ബോച്ചെ എന്ന് പറഞ്ഞ് എനിക്കെതിരെ വരെ 1-2 പരാതി കൊടുക്കുന്ന ഹണി റോസ് ഇത് കാണണം. ഹണി റോസ് മാത്രമല്ല, ഈ നാട്ടിൽ ഇനോഗ്രേറ്റ് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടെന്ന് ഹണി റോസ് മനസ്സിലാക്കണം. അതിന് താൻ ആരാണ്? ഒരു വ്യക്തിയുടെ തീരുമാനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ തക്കവണ്ണമുള്ള പ്രതികരണമാണ് തൻ്റേതെന്ന് ഉറപ്പിച്ച് വിചാരിക്കാനായിട്ട് താൻ തന്നെക്കുറിച്ച് എന്നതാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയത്തില്ല. അതേപോലെ തന്നെ കേസ് കൊടുക്കുക, അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഹണി റോസ് അല്ല, അയാൾ അറസ്റ്റ് ചെയ്യണം എന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആരും അറസ്റ്റ് ചെയ്യത്തൊന്നുമില്ല. പ്രഥമ ദൃഷ്ടിയ തെളിവുകൾ ഉണ്ടായിട്ട് തന്നെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിനുവേണ്ടി ഇവിടെ കിടന്ന് മെഴുകി മൂങ്ങിയിട്ട് എന്ത് കാര്യമാണ്? കുറേയധികം ആളുകളെ കൂടെ നിർത്തിയിട്ട് അവർ കമന്റ് ബോക്സിൽ വന്ന് അതും ഇതും പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി ഇതിന്റെ ബാക്കിയിലേക്ക് വരാം. മാത്രമല്ല, ഈ നാട്ടിൽ ഇനോഗ്രേറ്റ് ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടെന്ന് ഹണി റോസ് മനസ്സിലാക്കണം. ഇനോഗ്രേഷൻ, ഇവൻ്റെയൊക്കെ ഇനോഗ്രേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നാട്ടിലുള്ള ആളുകൾ ജീവിക്കില്ലല്ലോ. ഇപ്പോൾ ഈ ബോച്ചയുടെ ഇനോഗ്രേഷൻ കണ്ടിട്ടാണോ കേരളത്തിലെ ഒരു ഭാഗം ആളുകൾ ജീവിക്കണത്? അല്ല, ഇനോഗ്രേഷൻ ചെയ്യാനായിട്ട് കടയുള്ള ആളുകൾ ഇനോഗ്രേറ്റ് ചെയ്യും, ആളുകളെ കൊണ്ടുവരും, ആ സമയത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ആളുകളെ കൊണ്ടുവരും. അതൊക്കെ നോർമലായിട്ടുള്ള സംഗതിയല്ലേ? ഇത് ഈ മുതലാളിയോടുള്ള അവിഞ്ഞ ആ ഒരു അടിമത്തം കാരണമാണ് ബോച്ചയുടെ ഇനോഗ്രേഷൻ ഒന്നും ചെയ്യാൻ ഇനി നിനക്ക് പറ്റില്ല, വേറെ ആൾക്കാരെ കൊണ്ടുവരുന്നു ഞങ്ങൾ എന്നൊക്കെ പറയാൻ തോന്നുന്നത്. ഇത്തരത്തിൽ അളിഞ്ഞ സ്തുതി പാടുന്നവന്മാരെ ഞാൻ ഈ കാലഘട്ടത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. മുതലാളിയുടെ പുതിയ കട മുതലാളി നീ വേദനിപ്പിച്ചല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു അളിഞ്ഞ പ്രകടനം. ഇനി ബാക്കി കേൾക്കാം. ഹണി റോസിനേക്കാൾ ഗംഭീരമായ രീതിയിൽ മോണോലിസ വൈറലാകുകയും മോണോലിസ കോഴിക്കോട് ചെമ്മണ്ണൂർ ജുവല്ലറി ഉദ്ഘാടനം ചെയ്തത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് ബോച്ചയുടെ ഒരു വിജയമാണ്. ബോച്ചയുടെ ആ വിജയത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ബോച്ചയ്ക്ക് വ്യത്യസ്ത വിലകളുള്ള മാല അണിയിച്ചു എന്നൊക്കെ പറയുന്നു. പക്ഷെ ഞാൻ പറയുന്ന കാര്യത്തിന്റെ സത്യം ജനങ്ങൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഹണി റോസ് ഇതിന്റെ താഴെ വരുന്ന കമന്റുകൾ മാത്രം എടുത്തു നോക്കിയാൽ ഇതിന്റെ താഴെ വരുന്ന കമന്റുകളിൽ 99% ഹണി റോസിന് എതിരാണ്. വൾഗറായ വസ്ത്രം ധരിച്ച് വരരുത്, കുറെ കൂടെ മോശമായ വാക്കുകളുണ്ട്, അതൊരു കാരണവശാലും പറയുകയും ചെയ്തു. ഹണി റോസിനെ ഇത്തരം വസ്ത്രധാരണം തെറ്റ് തന്നെയാണ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, വസ്ത്രധാരണത്തെ വിമർശിച്ചുകൂടെ, രാഹുൽ ഈശ്വർ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ചില ആൾക്കാരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്വഭാവം ഏകദേശം മനസ്സിലാവും. ചില ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് സ്വഭാവം മനസ്സിലാവും. ധാരാളം പുസ്തകങ്ങൾ അവിടെയുണ്ട്, വളരെയധികം വിലപിടിപ്പുള്ള കുറേയധികം പുസ്തകങ്ങളുണ്ട്. എന്നാലും ഈ മതസൗഹാർദ്ദം അങ്ങോട്ട് എടുത്തൊട്ടിക്കാൻ വേണ്ടി പുറത്ത് ചിലതിങ്ങനെ നേരെ വെച്ചിട്ടുണ്ട്. എന്നാ ടീമൊക്കെയാണത്. അതേപോലെ തന്നെ ഈ കോടതിയിലൊക്കെ രാഹുൽ ഈശ്വർ വാദിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര എളുപ്പമായിരിക്കുമല്ലോ. ഈ ലാപ്ടോപ്പ് ഇങ്ങനെ തുറന്ന് കാണിച്ചാൽ മതി. ജഡ്ജ് എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കൂ, എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്, ഞാൻ പറഞ്ഞ കാര്യമാണ് ശരി, ഏറ്റവും കൂടുതൽ ആളുകൾ ലൈക്ക് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ. എന്നാ ബോധമൊക്കെയാണെന്നാണ് പറയുന്ന അഭിപ്രായങ്ങൾക്കാണ് കേരളീയ സമൂഹത്തിന്റെ 90% പിന്തുണ നൽകുന്നത്. എന്തുകൊണ്ടാണ്? ഹണി റോസ് ആലോചിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിന്റെ സർവശക്തനായ മുഖ്യമന്ത്രി, 99% മാധ്യമങ്ങൾ, ഹണി റോസ് ഒന്ന് വലിയ പോരാട്ടത്തിലാണെന്നാണ് പറയുന്നത്, 99% മാധ്യമങ്ങൾ, വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ, ഈ നാട്ടിലെ എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റും ഹണി റോസിന്റെ കൂടെ നിന്നിട്ടും രാഹുൽ ഈശ്വർ അടക്കമുള്ള വിരലെണ്ണാവുന്ന ആൾക്കാർ എതിർത്ത് ഈ ഹണി റോസിന്റെ നിലപാടിനെ സംസാരിച്ചപ്പോൾ കേരളീയ സമൂഹത്തിന്റെ 90% ഞങ്ങൾക്കൊപ്പം നിന്നത് ഞങ്ങൾ പറയുന്ന സത്യമാണെന്നുകൊണ്ടാണ്, മര്യാദയാണെന്നുള്ളതുകൊണ്ടാണ്, സഭ്യതയാണെന്നുള്ളതുകൊണ്ടാണ്, സംസ്കാരമാണെന്നുള്ളതുകൊണ്ടാണ്. കേരളീയ സമൂഹത്തിന്റെ 90% പിന്തുണ. എന്ത് തേങ്ങയ്ക്ക്? കോർട്ടിൽ ചെല്ലുന്ന സമയത്ത് ഫാക്ട്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ നമ്മൾ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾക്ക് തീരുമാനമൊക്കെ എടുക്കുന്നത്. അതിനൊക്കെ വേറെ ആൾക്കാരുണ്ട്. രാഹുൽ ഈശ്വർ ഈ കമൻറ്റ് ബോക്സിൽ ആളുകൾ സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ ഏറ്റവും വലിയ ദയനീയമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് രാഹുൽ ഈശ്വർ ബോച്ചയുടെ സ്തുതി പാടുക, ഹണി റോസിനെ സദാചാരം പഠിപ്പിക്കുക എന്നീ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രം വരുന്ന 90% ആൾക്കാരല്ലേ. വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ താൻ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്. ഏതെങ്കിലും മനുഷ്യൻ അങ്ങടേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടോ? അപ്പോൾ അത് ഹണി റോസിനെ കൊണ്ടും ബോച്ചയെ കൊണ്ടും ഉണ്ടാവുന്ന ഒരു അക്സെപ്റ്റൻസ് ആണ്. അത് തൻ്റെ വിജയമൊന്നുമല്ല. ഈ സമൂഹം ഇപ്പോഴും മാറാത്ത ചില ജീർണിച്ച ചിന്തകൾ, അതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റാണ് താൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. തൻ്റെ കയ്യിൽ ഉണ്ടാവുമല്ലോ നിയമപുസ്തകങ്ങൾ, കാണാൻ സാധ്യതയില്ല. ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ താൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരിടത്തും അങ്ങോട്ട് മാച്ചാവത്തില്ല. ഒരു കേസ്, കോർട്ട്, പോലീസ് എന്നൊക്കെ പറയുമ്പോൾ അത് വേറെ രീതിയാണ്. തൻ്റെ ഈ കമൻറ്റ് ബോക്സ് എടുത്ത് അങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ
ഒരു മാറ്റം ഒരിടത്ത് ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ തെളിവുകളുടെ അഭാവത്തിലും അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഫാക്ട്സ് ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ കേസ് അനുകൂലമോ പ്രതികൂലമോ ഒക്കെ ആയിട്ട് മാറും. താനിപ്പോൾ വെറുതെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബോച്ചയെ സൂചിപ്പിക്കാൻ വേണ്ടിയും അതേപോലെ തന്നെ ഹണി റോസിനെ സ്വകാര്യം പഠിപ്പിക്കാൻ വേണ്ടിയും അതിലൂടെ കുറേയധികം മറ്റേ പഴയ ജീർണിച്ച ചിന്തകളുള്ള ആളുകളെ ചേർത്ത് നിർത്താൻ വേണ്ടിയൊക്കെയാണ് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവും. പിന്നെ തൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നല്ലോ വട്ടിയൂർക്കാവ് അജിത് കുമാർ, കഴിഞ്ഞ ദിവസം ജനകീയ കോടതി എന്ന പ്രോഗ്രാമിൽ കിടന്ന് മെഴുകുന്നത് കണ്ടു. ഒരു ഡാറ്റയിൽ ഒന്നുമില്ല, ഭാര്യയോടും അമ്മയോടുള്ള പക വീട്ടാൻ വേണ്ടി പുരുഷാവകാശം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് മറ്റേ ടീമിനെ പോലെ തന്നെ പ്രതികാരമാണ്. ഏതെങ്കിലും സ്ത്രീകളോടുള്ള പ്രതികാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മെൻസ് കമ്മീഷനൊക്കെ ആയിട്ട് ഇവറ്റകളിങ്ങനെ വരുന്നത്. വട്ടിയൂർക്കാവ് അജിത് കുമാറിനെ കഴിഞ്ഞ ദിവസം എക്സ്പോസ് ചെയ്ത് എങ്ങനെയായിരുന്നു? ഈ വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് അതിനകത്ത് പൈസ തെണ്ടുകയാണ് ഭാര്യയ്ക്കും അമ്മയ്ക്കും എതിരെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി. കൊലപാതക ഭീഷണിയൊക്കെയാണ് അവിടെ വട്ടിയൂർക്കാവ് അജിത് കുമാർ നടത്തിയത്. ആളുകളെടുത്തു നിന്ന് പൈസ പിരിക്കുന്നു, അതേപോലെ തന്നെ ഈ ഗ്രൂപ്പിലുള്ള അംഗങ്ങളുടെ ഭാര്യമാരെ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് വീമ്പ് പറയുന്നു. അങ്ങനെയുള്ള കുറേയധികം സംഭവങ്ങൾ. അമ്മാതിരി ഊളന്മാരാണ് ഈ ടീംസ്. അപ്പോൾ അതിന് പറ്റിയ ആൾ തന്നെയാണ് ഈ രാഹുൽ ഈശ്വറും എന്ന് തെളിയിച്ച ഒരു സംഭവമാണ് ഈ 15 ലക്ഷത്തിൻ്റെയും മൊണാലിസയുടെയൊക്കെ കാര്യം പറഞ്ഞിട്ടുള്ള ആ ഒരു വെല്ലുവിളി. ബോച്ചയ്ക്കെതിരെ കേസ് കൊടുത്ത, യശ്മാനെതിരെ കേസ് കൊടുത്ത ആൾക്കെതിരെയുള്ള പ്രതികാരം, അതും ആൾക്കാർക്ക് വല്ലതും റിലേറ്റ് ചെയ്യാൻ പറ്റും. 15 ലക്ഷം രൂപ പേയ്മെൻറ്റ് കൊടുത്തു, വജ്രമാല കൊടുത്തു, കണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, എടേ അത് തനിക്കും തൻ്റെ മുതലാളിക്കും മാത്രമാണ് വലിയ കാര്യം. ഇവിടെയുള്ള പൊതുസമൂഹം താൻ എന്തൊരു ഊളയാണെന്നുള്ളത് ചിന്തിക്കത്തുള്ളൂ. ഇനി ബാക്കി കേൾക്കാം. അതായത് കേരളത്തിന്റെ സർവശക്തനായ മുഖ്യമന്ത്രി 99% മാധ്യമങ്ങൾ, ഹണി റോസ് ഒന്നും വലിയ പോരാട്ടത്തിലാണെന്നാണ് പറയുന്നത്, 99% മാധ്യമങ്ങൾ, വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ, ഈ നാട്ടിലെ എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റും ഹണി റോസിന്റെ കൂടെ നിന്നിട്ടും രാഹുൽ ഈശ്വർ അടക്കമുള്ള വിരൽ എണ്ണാവുന്ന ആൾക്കാർ എതിർത്ത് ഈ ഹണി റോസിന്റെ നിലപാടിനെ സംസാരിച്ചപ്പോൾ കേരളീയ സമൂഹത്തിന്റെ 90% ഞങ്ങൾക്കൊപ്പം നിന്നത് ഞങ്ങൾ പറയുന്ന സത്യമാണെന്നുകൊണ്ടാണ്, മര്യാദയാണെന്നുള്ളതുകൊണ്ടാണ്, സഭ്യതയാണെന്നുള്ളതുകൊണ്ട്. തൻ്റെ കമന്റ് ബോക്സിലെ 90% എന്ന് പറയാം. തൻ്റെ കമന്റ് ബോക്സിലെ 90%. 1 ലക്ഷം ആൾക്കാരാണ്, 2 ലക്ഷം ആൾക്കാരൊക്കെയാണ് വീഡിയോ കാണുന്നത്. 2 ലക്ഷം എന്ന് പറയുന്നത് കേരളത്തിലെ ജനസംഖ്യയുടെ എത്ര തുലവും ചെറിയ ശതമാനമാണടേ. 90% ആളുകളും തൻ്റെ കൂടെയാണ്. താൻ എവിടെ നിന്ന് കണ്ടുപിടിച്ചത്? എന്നെപ്പോലുള്ള ചില ആളുകൾ, മാധ്യമപ്രവർത്തകർ, ഇതിലൊക്കെ കൗതുകമുള്ള ആളുകൾ, നമ്മളെപ്പോലെ കുറേയധികം ആളുകൾ ഇതൊക്കെ സംസാരിക്കുന്നുണ്ട്. കേരളത്തിലെ പല ആളുകളും, ഒരു മജോറിറ്റി ആളുകളും ഇതിലൊന്നും യാതൊരുവിധ കമൻറ്റും പറയാൻ പോവാറില്ല. പിന്നെ ഈ രാഹുൽ ഈശ്വറൊക്കെ കാണിക്കുന്ന, ബോച്ചയൊക്കെ കാണിക്കുന്ന ഈ കോപ്രയൊക്കെ കണ്ടിട്ട് കേരളത്തിലുള്ള 90% ആളുകളും തനിക്കൊപ്പമാണ് എന്നൊക്കെ അവകാശപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, തനത് തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്താം. കണ്ണടച്ച ഇരുട്ടാവില്ല ഹണി റോസ്. ഹണി റോസ് മനസ്സിലാക്കണം. ഹണി റോസ് ഇനി സിനിമയിലേക്ക് ശക്തമായി തിരിച്ചു വരണം, ഇനി ഒരുപാട് ഉദ്ഘാടനങ്ങളിലേക്ക് വരണം, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ മാന്യമായ വസ്ത്രധാരണം എന്നൊരു കാര്യമുണ്ട് എന്ന് തിരിച്ചറിയാം. 2, അനാവശ്യമായി പുരുഷനെ വേട്ടയാടുന്നത് തെറ്റാണ് എന്ന് തിരിച്ചറിയണം. പക്ഷെ അതിന്റെ പേരിൽ ബോച്ചയെ 5-6 ദിവസം ജയിലിൽ പിടിച്ചെടുക്കുകയും ബോച്ചയെ സെക്ഷൽ അസോൾട്ട് നടത്തിയതെന്ന് പറയുന്നതല്ല, അതൊക്കെ വൃത്തികേടാണ് കാണിക്കുന്നത്. കോണ കൊടുത്ത് നടക്കുന്ന രാജ്യത്തലവന്മാരുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. മഹാകുംഭമേളയുടെ ആ ഒരു വൈവിധ്യങ്ങളെക്കുറിച്ചിട്ടോ അവിടെയുള്ള നഗ്നതാ പ്രദർശനത്തെക്കുറിച്ചിട്ടോ വായിൽ നിന്ന് ഒന്നും പുറത്തേക്ക് വരില്ല. നാണോ മാനോ ഉള്ളവനാണെന്നുണ്ടെങ്കിൽ ആർഷഭാരത സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ നഗ്നതാ പ്രദർശനം. എക്സിബിഷനിസം എന്ന് വരുത്തണം. ഇപ്പൊ സന്യാസിയാണെന്ന് പറഞ്ഞ് കുറച്ച് ഭസ്മം വാരി പൂശി കഴിഞ്ഞാൽ ഏത് ജെൻഡറിനും ഈ നഗ്നതാ പ്രദർശനം വൈകൃതമാണെങ്കിൽ കൂടെ താനൊക്കെ അങ്ങ് അംഗീകരിച്ചങ്ങടെ ഉണ്ടാക്കി തരുമല്ലോ. തനിക്കൊക്കെ എന്ത് നിലപാടുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് താൻ പറ, എന്താണ് തൻ്റെ മഹത്തായ ആർഷഭാരത സംസ്കാരം, മാന്യമായിട്ടുള്ള വസ്ത്രധാരണം? ഒന്നുമില്ല. ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളെ ഓവർ പ്രൊജക്ട് ചെയ്യുന്നതല്ല സൗന്ദര്യം എന്ന് തിരിച്ചറിവുണ്ടാകണം. ഇനിയും നന്നായി വരട്ടെ. എന്തായാലും ഹണി റോസും വളരെ മനോഹരമായ നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തിരിച്ചു വരട്ടെ. പക്ഷേ സമൂഹത്തിലെല്ലാം കാണാം, മുഖ്യമന്ത്രിയും മാധ്യമങ്ങളും എല്ലാം നിലനിന്നിട്ടും ഹണി റോസിനെതിരെ പൊതുജന വികാരം ഉണ്ടാകുന്നതിന്റെ കാരണം സത്യമാണ് ഞങ്ങൾ പറയുന്നത് എന്നുള്ള തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് കുമാരി ഹണി റോസിന് ഉണ്ടാകട്ടെ. എല്ലാ അപരാധവും പറഞ്ഞതിന് ശേഷം അവൻ്റെ ഒരു അനുഗ്രഹമുണ്ട്, നന്നായി വരട്ടെ. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രതികരണ ശേഷിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചെകിട്ടത്ത് ഒരു ISI മാർക്ക് കിട്ടങ്ങോട്ട് കൊടുക്കും. എന്നാ തോന്നിയാസൊക്കെയാണോ പറഞ്ഞ് പരത്തുന്നത്? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിക്ടിം ഷെയ്മിങ് ആണ്. അവർക്ക് അങ്ങനെ ഒരു ഉണ്ടായോ ഇല്ലയോ, ഇന്നീ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിനകത്ത് റാൻമൂളിയാണെന്ന് പറഞ്ഞിട്ട് അവരെ ഷെയിം ചെയ്യാനായിട്ടോ അവരെ സദാചാരം പഠിപ്പിക്കാനായിട്ടോ കേസ് വഴിതിരിച്ച് വിടാനായിട്ടോ ഒക്കെ ശ്രമിക്കുന്നത് ശുദ്ധ വൃത്തികേട് തന്നെയാണ്. തൻ്റെ മഹത്തായിട്ടുള്ള ആർഷഭാരത സംസ്കാരത്തിനകത്ത് ഇമാതിരി വൃത്തികേടൊക്കെ ഉണ്ടായിരുന്നോ? ഇത് മാനത്തിന് വില പറയലാണ്. അങ്ങനെയാണോ സ്ത്രീകളെ ആർഷഭാരത സംസ്കാരത്തിൽ നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്? മുതലാളി 15 ലക്ഷം രൂപ കൊടുത്തു, മുതലാളി വജ്രമാല കൊണ്ടേ കൊടുത്തു, ഇനോഗ്രേഷൻ വേറെ നടന്നു, നിന്നെക്കാളും നന്നായിട്ട് ഒരാൾ ചെയ്ത്. തനിക്ക് നാണമുണ്ടോ? തനിക്ക് അശേഷം നാണോ മാനോ ഉണ്ടോ? മഹാവൃത്തികെട്ടവൻ എന്ന്
നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു ചെങ്ങായിയാണ് ഇയാൾ. അധപ്പതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ അധപ്പതനം. മെൻസ് കമ്മീഷൻ എന്നൊക്കെ ഒരു ബനിയൻ ഇറക്കി 400 പേർക്ക് വിറ്റ് അതൊരു 50 പേര് ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാൽ പോട്ടെ, കേരളത്തിലെ 90% എന്നുള്ളത് പോട്ടെ, കേരളത്തിലെ ഒരു 90% പുരുഷന്മാരെങ്കിലും ഇയാളുടെ കൂടെ നിൽക്കുന്നുണ്ടോ ഈ മെൻസ് കമ്മീഷൻ്റെ കാര്യത്തിൽ? ഇല്ല. ആ വീഡിയോസിൻ്റെ വ്യൂസ് നോക്കിയാൽ അറിയാമല്ലോ, എന്നാ ദാരിദ്ര്യം. 90,000 ആൾക്കാരൊക്കെയാണ് അത് കാണുന്നത്. അതിലും ഏറ്റവും ദാരിദ്ര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവ് അജിത് കുമാറിൻ്റെ കണക്കുകളൊക്കെ പുറത്തേക്ക് വന്നായിരുന്നു. രാഹുൽ ഈശ്വറും വട്ടിയൂർക്കാവ് അജിത്തും കൂടെ പാലഭിഷേകം നടത്താൻ വേണ്ടി പോയല്ലോ. അപ്പോൾ അന്ന് 10-20 പേര് ചുറ്റും നിൽപ്പുണ്ടായിരുന്നല്ലോ. ബോച്ചയ്ക്ക് സ്വീകരണം കൊടുത്ത ആളുകൾ എല്ലാം കൂലിക്കാരാണ്, 800 രൂപ കൂലിക്ക് വന്നവന്മാരാണ്. അതിൻ്റെ കണക്ക് പുറത്തേക്ക് വന്നു. അവിടെ പോലും ഒരു 10 പേരെ കൂടെ നിർത്താൻ വേണ്ടി പറ്റണില്ല. ഡയലോഗിന് ഒരു കുറവില്ല. ഈ കമൻ്റ് ഇടുന്നവന്മാർ അറ്റ്ലീസ്റ്റ് ഇയാളോടെ പോയി നിൽക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേന് ഇയാൾക്ക് വിഷമൊക്കെ ആവും. കാരണം ഇത് ചുമ്മാ അടിച്ചു വിടുന്നതാണല്ലോ. ആ പരിപാടിക്കെങ്കിലും ഇയാളുടെ 10 പേര് പോയി നിൽക്കുക. 800 രൂപ കൂലിക്കൊക്കെ ആൾ വരിക എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ 800 രൂപ വാങ്ങിച്ച് പുരുഷാവകാശത്തിന് വേണ്ടിയാണ് രാഹുൽ ഈശ്വർ ഈ ഘോരഘോരം പറയുന്നത് എന്നുള്ള തോന്നൽ ആ കൂലിക്ക് വന്ന ആളുകൾക്ക് പോലും തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊരു 500-ലെങ്കിലും ഒതുക്കാൻ പറ്റിയാണ്. 800 രൂപ രൊക്കം പറഞ്ഞ് വാങ്ങിച്ച് പുരുഷാവകാശത്തിന് വേണ്ടി സംസാരിക്കാനായിട്ടും പ്ലക്കാർഡ് പിടിക്കാനും 800 രൂപ എന്നൊക്കെ പറഞ്ഞാൽ അതും പുരുഷന്മാർ വാങ്ങിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വൻ പരാജയം തന്നെയാണ്. എന്ത് പറയാനാണ്? നന്ദി.